ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് ഓൺലൈനിലൂടെയും നേരിട്ടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ബഹുമാനിയ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ഈ ഫാസ്റ്റിംഗ് പ്രയർ ഒരു സാധാരണ പ്രാർത്ഥനയായി പര്യവസാനിക്കാതെ ദൈവത്തിൻ്റെ മഹത്വമുള്ള അനുഗ്രഹങ്ങളുടെ ഒരു പ്രത്യക്ഷതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുമെന്നത് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവമുമ്പാകെ ആയിരിക്കണം. അടുത്ത ഒരു 72 hours പ്രാർത്ഥന തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ വേറെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് പ്രാർത്ഥിക്കുക. മൂടുണ്ടേലും ഇല്ലേലും, മഴയാണേലും അല്ലേലും, ഉറക്കത്തിൽ പോലും, കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം നിങ്ങൾ ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന പ്രത്യേകമായ വിഷയത്തിലേക്ക് കണ്ടിന്യൂസ്ഡായിട്ട് ഫോക്കസ്ഡായി തന്നെ ഒരു അൺലിമിറ്റഡ് അൺസ്റ്റോപ്പബിൾ പ്രയർ സ്റ്റാർട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറുപടി താങ്ക് യു ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്ന് കേട്ട നല്ല സാക്ഷ്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാളെ പകൽ അനുഗ്രഹീതമായ സ്നാന ശുശ്രൂഷ പാസ്റ്ററെ, നിജു പാസ്റ്ററെ അല്ലേ ഉണ്ട്. അപ്പോൾ ഇതുവരെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചിട്ടില്ലാത്ത, അതിന് താല്പര്യപ്പെടുന്ന എല്ലാവരും തീർച്ചയായും നാളെ ബാപ്റ്റിസത്തിന് തയ്യാറാകുക. അനുഗ്രഹീതമായ ശുശ്രൂഷ നാളെ ഈവനിങ്ങിലുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അത് ഭയങ്കരമായ ഒരു വിടുതലായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ട്യൂൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് പഠിക്കുക എന്നതല്ല നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതിലേക്ക് ആയിത്തീരുക എന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു ലീഡിങ്ങിനനുസരിച്ച് മൂവ് ചെയ്യാനാണ് ഇന്ന് താല്പര്യം. ഈ കഴിഞ്ഞ മീറ്റിങ്ങുകളെല്ലാമായി നമ്മുടെ സഭയിൽ വലിയ ദൈവപ്രവൃത്തികൾ കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നമുക്കതിലേക്ക് കടക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20 നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ പരിശുദ്ധ വചനവും 27-ാമത്തെ വചനവും 20ഉം 27ഉം നമുക്ക് ചേർന്ന് വായിക്കാം. ആമേൻ. യോഹന്നാൻ്റെ 1-ാം ലേഖനം ആമേൻ 2-ാം അധ്യായം 20ഉം 27ഉം. ആമേൻ. ഓക്കെ പാസ്റ്റർ വായിച്ചോളൂ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചും സകലവും അറിയുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. എല്ലാവരും ആ വാക്കിന് ആമേൻ പറയണം. യേശു ക്രിസ്തുവിനാൽ പ്രാപിക്കപ്പെട്ട അഭിഷേകം, എല്ലാവരും പറഞ്ഞേ, യേശു ക്രിസ്തുവിനാൽ പ്രാപിക്കപ്പെട്ട അഭിഷേകം എന്തു പറയുന്നു? എന്നിൽ വസിക്കുന്നു. എല്ലാവരും പറയാം, എന്നിൽ വസിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ മൈക്ക് ഇന്ന് ഈ ഹോളിൽ താമസിക്കുന്നു എന്ന് പറയില്ല. പറയുമോ മോളെ? ഇല്ല. ഈ ബോക്സുകൾ ഈ ഹോളിനകത്ത് വസിക്കുന്നു എന്ന് പറയില്ല. നമ്മളത് വെച്ചേക്കുന്നതേ പറയുള്ളൂ. ദൈവം ഒരിക്കലും അഭിഷേകം നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കാതെ വസിക്കുന്നു എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നു. ഒരാമേൻ പറയണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഹീസ് എ പേഴ്സൺ. ദൈവത്തിൻ്റെ അഭിഷേകം ഒരു വ്യക്തിത്വമാണ്. അവനെ നാം പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നു. ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവിനാൽ പ്രാപിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വാഴുകയാണ്. അതിനുശേഷം ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അടുത്ത വാക്ക്, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ആമേൻ. ഹല്ലേലൂയ. ഈ വാക്ക് കണ്ടവരെല്ലാം ആ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറയണം. ആമേൻ. യേശുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമുള്ള എനിക്ക് സകലതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഉപദേശിച്ച് തരും. അതിനെക്കുറിച്ച് കർത്താവ് നൽകുന്ന ഗ്യാരണ്ടിയും കൂടെ കേൾക്കുക. അതൊന്നൊരിക്കലും നുണയായിരിക്കില്ല. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒരിക്കലും നുണ പറയില്ല. പറഞ്ഞില്ലല്ലോ. യേശുവിൻ്റെ ആത്മാവ് എന്നോട് ഭോഷ്കു പറയില്ല. ആമേൻ. അത് സത്യം തന്നെ ആയിരിക്കും. ആമേൻ. അടുത്തത്, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ.
ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി, അത് കേട്ടാൽ നമുക്ക് യേശുവിനെ വിട്ടുപോകാൻ കഴിയില്ല. ആമേൻ. അതാണ് അതിൻ്റെ കാര്യം. യേശുവിനെ നമുക്കൊരു മാത്രം നേരത്തേക്ക് പോലും വിട്ടിറങ്ങാൻ കഴിയാത്ത വിധം കർത്താവായ യേശുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു. ആമേൻ. ഞാൻ ക്രിസ്തുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പറയുക. ഇതൊന്നും ഒരു മൂഡില്ലല്ലോ ആർക്കും ഇന്ന്. എന്നാ പറ്റി? ഞാൻ യേശു ക്രിസ്തുവിൽ കണക്റ്റഡ് ആയിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഞാൻ യേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ വിട്ടുകളയാതെ യേശുവിൽ തന്നെ നിലനിർത്തുക എന്നതാണ് അഭിഷേകത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഉദ്ദേശം. ആമേൻ. രോഗശാന്തി നടത്തുക, ഭൂതങ്ങളെ ഒഴിവാക്കുക, മല മാറ്റുക, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക, ഇതൊന്നും അല്ല പരിപാടി. ഇതെല്ലാം ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലും ഉള്ള സാധനങ്ങളാണ്. ഹലോ, ഇതെല്ലാം പഴയ നിയമത്തിലും ഉണ്ട്. എന്നതൊക്കെ? മരിച്ചവരെ ഏലിയാവും എലീശയും ജീവിപ്പിച്ചില്ലേ? ജീവിപ്പിച്ചു. അപ്പം യേശു വർദ്ധിപ്പിച്ചതുപോലെ സാരെഫാത്തിലെ വിധവയുടെ വീട്ടിലെ മാവിനെ ഏലിയാവ് വർദ്ധിപ്പിച്ചില്ലേ? കുഷ്ഠരോഗം മാറ്റുന്ന മിറാക്കിൾ ഏലിയാവിൻ്റെയും എലീശയുടെയും ഒക്കെ കാലത്ത് നടന്നിട്ടില്ലേ? കമോൺ ചർച്ച്, നടന്നു. അങ്ങനെയാണെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആവർത്തിക്കാനല്ല ഹോളി സ്പിരിറ്റ് വന്നേക്കുന്നത്. നിങ്ങളുമായി ഒരു പുതിയ കവനന്റ് ഒപ്പിടാനാണ്. യേശുവിൽ നിങ്ങളെ ആക്കി തീർക്കുവാനാണ്. നമ്മളെ ക്രിസ്തുവിൽ തന്നെ ജയോത്സവമായി നിലനിർത്തുവാനാണ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് യേശുവിൽ നിന്ന് ഒരു സെക്കൻഡേക്ക് പോലും വെളിയിൽ ഇറങ്ങരുത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഈ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിക്കാൻ പോകുന്നത് ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ്. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിക്കുക. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ യാഥാർത്ഥ്യമായി പ്രാപിച്ചിട്ടുണ്ടോ? എല്ലാ ആത്മാക്കളും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ളതല്ല. എല്ലാ അന്യഭാഷകളും പരിശുദ്ധാത്മാവിലുള്ളതല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഏനാത്ത് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഈ കൊട്ടാരക്കരയ്ക്കടുത്ത്. അവിടെ പട്ടാഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളൊരു ചർച്ചിൽ, ഞാൻ ആ ചർച്ചിൻ്റെ പേര് പറയുന്നില്ല, അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചു. ഒരു ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആൾക്കാരോടെല്ലാം ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിപ്പിക്കുകയും സ്തുതിപ്പിക്കുകയൊക്കെ ചെയ്തതുപോലെ ആൾക്കാരെ എല്ലാം എഴുന്നേൽപ്പിച്ച് നിർത്തി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എല്ലാവരും അവിടെ തുടങ്ങുന്ന നേരത്ത് ഒരാൾ മാത്രം കൈ ഉയർത്തിയിട്ട് താഴ്ത്തുന്നില്ല. നോക്കുമ്പം പുറകിൽ നിൽക്കുന്ന ആ ചർച്ചിലെ വലിയൊരു ആൻറ്റിയാണ്. പുള്ളിക്കാരി ഈ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ നേരെ ഒരു ടെന്നീസ് കളിക്കുമ്പോൾ ഒരു ബോൾ അടിക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുകയാണ്. അതുമാത്രമല്ല, എല്ലാവരും കണ്ണടച്ച് നിൽക്കുമ്പോൾ പുള്ളിക്കാരി കണ്ണ് തുറന്ന് നിന്നിട്ട് പല്ല് കടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്. അന്നേരം ഞാൻ ആ ചർച്ചിലെ പാസ്റ്ററോട് പറഞ്ഞു, ദേവദാസനെ ആ നിൽക്കുന്ന സഹോദരിയെ കണ്ടോ? ആ കാണിക്കുന്ന ആൾ കർത്താവിൽ നിന്നുള്ളതല്ല എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, അയ്യോ ദേവദാസനെ, അവരാണ് ഇവിടെ എല്ലാവർക്കും വെളിപ്പാടും ദർശനമൊക്കെ പറയുന്നത്. പുള്ളിക്കാരിയാണ് ഈ ചർച്ചിൽ ഏറ്റവും ഒന്നാമത്തെ അഭിഷിക്ത. എന്നാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, കർത്താവ് അതിനെ പുറത്താക്കാൻ പോവാണ്. ഉടനെ ഈ സംഗതി അങ്ങോട്ട് മാറുന്നതായപ്പോൾ ഞാൻ കൈ ചൂണ്ടിട്ട് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ഉടനെ അത് പറഞ്ഞു, ഇരിക്കുന്നില്ല, ഞാൻ ഇരിക്കുന്നില്ല, ഞാനായത് ശുശ്രൂഷിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്നത്. ഇവിടെ എന്തിനാ വന്നേ? ചോദ്യം കേൾക്കുന്നുണ്ടോ? ഇതെൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്നതാണ്, എന്തിനാ പിന്നെ ഇവിടെ വന്നേ? ആ ദുരാത്മാവിനെ ശാസിച്ചു. അന്നോർത്തോടെ ആ സ്ത്രീയുടെ അന്യഭാഷയിൽ നിന്നു, ശുശ്രൂഷയും പോയി. കേൾക്കുന്നുണ്ടോ പറയുന്നേ? എല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ് തന്നെയാണ് എങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് തന്നെയുള്ളതാണ്, പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഹോളി സ്പിരിറ്റ് ആണ് എന്ന നിലയിൽ കിടന്ന് കളിക്കുന്ന ഒരുപാട് കളികളാൽ ഇന്ന് അരങ്ങുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ മേൽ വസിക്കുന്ന അഭിഷേകം ദൈവത്തിൽ നിന്നുള്ളതാണോ എങ്ങനെ അറിയാം? ചെക്ക് ചെയ്യാൻ ബൈബിൾ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമായി തന്നെ തരുന്നുണ്ട്. ആമേൻ. ആരിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്? യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചിരിക്കുന്നവരിൽ
ദൈവത്തിൻ്റെ മക്കളെന്നുള്ള തെളിവ് നൽകുവാനാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വാസം ചെയ്യുന്നത്. അതായത് ദൈവത്തിൻ്റെ മക്കളിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ബൈബിൾ നമ്മളോട് പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആമേൻ. അടുത്തിരിക്കുന്നവർ വെച്ച് നിങ്ങളെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണോ അതോ തന്നിഷ്ടത്തിന് തോന്നിയ പോലെയൊക്കെ നടക്കുവാണോ? നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവാണ് എവ്രിഡേ ലീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം, നാം ദൈവത്തിൻ്റെ മക്കൾ ആണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയും. ഇപ്പോൾ ഇവിടെ സഹോദരിമാർ കയറി നിന്ന് യേശു അവർക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ഉള്ളിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മളോട് എപ്പോഴും സംസാരിച്ച് സാക്ഷ്യം പറയുന്ന ഒരാൾ നമ്മുടെ അകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഹോളി സ്പിരിറ്റ് എന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന സാക്ഷ്യം, യു ആർ ദ സൺ ഓഫ് ഗാഡ്, നീ എൻ്റെ കുഞ്ഞാണെന്നുള്ളതാണ്. ആമേൻ. ഞാൻ ദൈവ പൈതലാണെന്നുള്ള ബോധ്യം വെറുതെ കയറി വരില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യത്തിന് ആമേൻ പറയുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള സാക്ഷ്യം അവിടുന്ന് നമുക്ക് ഉറപ്പിച്ചു തരുന്നു. ദൈവമക്കളെ, സ്വയം മാനസിക ചിന്തകളിൽ ഞാൻ ദൈവ പൈതലാണ് എന്നൊരു തോന്നലോ ചിന്തയോ ഒക്കെ ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ട് വരാം. നമ്മളിപ്പം പബ്ലിക്കിലേക്ക് ചെയ്യുന്ന ഒരാളോട് നമ്മളെല്ലാം ദൈവമക്കളല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹവും നമ്മളോട് പറയും, ശരിയാ, നമ്മളെല്ലാവരും ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ യേശുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം കിട്ടുന്നൊരു തിരിച്ചറിവെന്ന് പറയുന്നത് അപ്രകാരമുള്ള ഒരു ബോധ്യമല്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം കൃത്യമായി ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, പ്രൈസ് ദി ലോർഡ്, വളരെ വ്യക്തതയോടുകൂടെ പിതാവിൻ്റെ സ്വരം തിരിച്ചറിയാൻ കഴിയുന്ന മക്കളായി തീരുന്ന ആ ശേഷി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാലാണ് കിട്ടുന്നത്. ഇന്നലെ എന്നെ കാണാൻ കൊല്ലത്തു നിന്ന് ഒരമ്മയും 2 മക്കളും ഇവിടെ എത്തി. അവരുടെ സാക്ഷ്യം കേട്ടാൽ എൻ്റെ ദൈവമക്കളെ നമ്മളിരുന്ന് കരഞ്ഞു പോകും. അവർ വലിയൊരു ക്രിസ്തീയമല്ലാത്ത കുടുംബത്തിൽ ജനിച്ച ആളാണ്. അവരുടെ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യാദികൾ ചെയ്തിരുന്ന ദിവസം, ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ കലുഷിതമായ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ആ പ്രശ്നങ്ങൾ ഫോം ചെയ്ത് വന്നപ്പോൾ മുതൽ അവർ എന്നെ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് അവരുടെ വിശ്വാസത്തിൽ അവർ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരവരുടെ ആരാധനാലയത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന മാത്രയിൽ അവരുടെ ഉള്ളിൽ അവരൊരു ശബ്ദം കേട്ടു, നീ തിരയുന്നയാൾ അവിടെയല്ല ഉള്ളത്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? നീ അന്വേഷിക്കുന്ന വ്യക്തി ആ സ്ഥലത്തില്ല, ഞാൻ നിൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? അപ്പം ഈ സഹോദരി, പക്ഷേ ഇന്നലത്തെ ആ പേപ്പറുകൾ പോയല്ലേ, ഇങ്ങോട്ട് വന്നേ. ഓ എൻ്റെ ജീവൻ നീതാനേ, എൻ തുതിയും നീതാനേ, എൻ ജീവൻ നീതാനേ, എൻ തുതിയും നീതാനേ, எனக்காய் மரித்தீரே, உமக்காய் வாழ்வனே, எனக்காய் மரித்தீரே, உமக்காய் வாழ்வனே, உமனே சிக்கிறே, உமனே சிக்கிறே, உமனே சிக்கிறே, உமனே சிக்கிறே, ഉമനെ സിക്കിരേ ദൈവാലവശമാനം ധർപ്രദാരവ ദികമന്ദുരു ജലരജസ്വലാതിരിമിനി. യെസ്, അതിനകത്ത് വേറൊരു പേപ്പറുണ്ട്. അതാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് ആദ്യം എന്നോട് പറഞ്ഞതൊരു വീടാണ്. അപ്പം ഞാൻ ആ വീട് വരച്ചു വെച്ചു. ഇവരിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടാമത് കർത്താവ് എന്നോട് കുളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുളമെന്ന് എഴുതി വെച്ചു. മൂന്നാമതൊരു പേരാണ് നൽകിയത്. 4 പാഴായ തെങ്ങാണ് കർത്താവ് എന്നോട് സംസാരിച്ചത്. ഇതെല്ലാം ഇവരുടെ ലൈഫിൽ ഓരോ ഡെസ്റ്റിനേഷനുകളായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ഇരിക്കവെയാണ് അവർ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്.
ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവർ യാത്ര ചെയ്തൊരു വയലിലെത്തി. ആ വയലിൽ നിന്നും അവർക്ക് കയറിപ്പോകാൻ കഴിയാതെ വണ്ണം അവർ കുളത്തിന് മുമ്പിൽ ഉടക്കി നിന്നു. അവിടെ വെച്ച് അവർ ആ ദൈവശബ്ദം ശക്തിയോടുകൂടെ കേൾക്കുകയാണ്, നീ തിരയുന്നയാൾ ഞാൻ ഇവിടെ നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അന്ന് മുതൽ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് യേശു അവർക്കൊരു നിത്യ യാഥാർത്ഥ്യമായി മാറി. ഇപ്പം വർഷങ്ങളായി അവർ കർത്താവിനെ കുടുംബമായിട്ട് ശരിക്കും ആരാധിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പം ഈ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഇതുവരെ കേട്ടതുപോലെയുള്ള ഒരു ട്യൂണിലല്ല ദൈവം എന്നോട് സംസാരിച്ചത്. ആരാണ് സത്യദൈവം എന്നുള്ളൊരു അന്വേഷണം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തീവ്ര വാഞ്ചയായിട്ട് ഉടലെടുത്ത് വരുമ്പോൾ നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കും. എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞ് അലസമായും വിരസമായും ഇരിക്കുന്നൊരു വ്യക്തിക്ക് ദൈവശബ്ദം കണി കാണാൻ പോലും പറ്റില്ല. പക്ഷെ എനിക്കങ്ങയുടെ ഒരു വാക്ക് കിട്ടിയല്ലാതെ അടങ്ങാൻ പറ്റാത്ത വിധം എൻ്റെ മനസ്സ് അങ്ങയെ കേൾക്കാൻ വേണ്ടി ദാഹിക്കുകയാണ്. കർത്താവേ, ജീവൻ പോകുന്ന വേദനയിൽ എന്ന പോലെ എനിക്കും നിൻ്റെ വാസ്തവമായ സ്വരം കേട്ടേ പറ്റൂ എന്നുള്ള നിലയിൽ ഇന്ന് ഈ കൂട്ടായ്മയിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ദൈവത്തോടൊരു പിടിപിടിക്കാൻ തയ്യാറായാൽ കൃത്യമായി പരിശുദ്ധാത്മാവിൻ്റെ ഓഡിയബിൾ വോയിസ് നിങ്ങളുടെ അകത്ത് നിങ്ങൾ കൃത്യമായി കേൾക്കും, കേട്ടിരിക്കും. ആ കേൾവി നിങ്ങളുടെ ചരിത്രമായി മാറും. അവിടെ മുതൽ നിങ്ങളുടെ ലൈഫ് പുതിയൊരു ടേണിംഗ് പോയിന്റിലേക്ക് തിരിയും. നമ്പർ 1, അന്ന് വരെ നിങ്ങൾ എന്തിനെയൊക്കെ നോക്കി ഏതൊക്കെ നിഴലുകളെ ഭയപ്പെട്ടോ ആ നിഴലുകൾക്കകത്തേക്ക് നിങ്ങളൊരു തീച്ചൂള പോലെ ഇറങ്ങിച്ചെല്ലാനുള്ളൊരു ധൈര്യം നിങ്ങൾ കാണിക്കും. കാരണം ദൈവത്തിൻ്റെ ശബ്ദം ഒരു മനുഷ്യൻ്റെ അകത്തേക്ക് കയറിയാൽ അവൻ പിന്നെ ഭൂമിയിൽ ഒന്നിനും ബന്ധിക്കാൻ വയ്യാത്ത ഒരു അപാര വ്യക്തിയായി തന്നെ മാറുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചിലത് പറയുന്നു, നിങ്ങളുടെ പഴയ ഓർമ്മകൾ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ പഴയകാല എക്സ്പീരിയൻസുകൾ നിങ്ങളോട് സംസാരിക്കുന്നു, അവരും ഇവരും ചെയ്ത തെറ്റുകൾ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയുന്നു, ഈ നൂറുകണക്കിന് ശബ്ദങ്ങൾക്കിടയിൽ ഇതുവരെ കേൾക്കാത്ത പുതിയൊരു നാദം ദൈവം നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നീ മുന്നോട്ടേക്ക് പോകുമ്പോൾ വഴി ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നുള്ളൊരു ആകുലതയിൽ നീ നിൽക്കുമ്പോൾ പാത ഇതാകുന്നു, ഇതിലെ പോയിക്കൊള്ളുക എന്നൊരു ശബ്ദം നിന്റെ പിന്നിൽ നീ കേൾക്കും. ഇത് യെശയ്യാവിലൂടെ ദൈവം അരുളി ചെയ്ത ദൂതാണ്. ഈ ഫാസ്റ്റിംഗ് പ്രയർ ചിലരുടെ കാതുകൾ തുറക്കുന്നൊരു ദൈവ പ്രവൃത്തിയുടെ മണിക്കൂറാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. വിളിച്ചാലും വിളി കേൾക്കാത്ത വിശ്വാസങ്ങൾക്കകത്തു നിന്നും നിന്റെ ശബ്ദത്തിന്റെ അപ്പുറത്ത് നിന്റെ മകനെ മകളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന യേശുവിന്റെ ഇമ്പമാർന്ന ശബ്ദത്തിലേക്ക് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരു ചുവട് നടത്താൻ പോകുകയാണ്. എനിക്ക് കേൾക്കണം കർത്താവേ, എനിക്ക് നിന്റെ സ്വരം വേണം കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കകത്ത് ഞാൻ പ്രതിഫലമായി ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ഞാൻ വന്നതുകൊണ്ട് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ദൈവത്തിൽ നിന്ന് കൊതിക്കുന്നത്, എനിക്ക് ദൈവം എന്നോട് പറയുന്ന വാക്ക് കേൾക്കാൻ, ദൈവം എന്നോട് വിളിക്കുന്ന സ്വരം കേൾക്കാൻ, കർത്താവ് എന്നോട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാൻ, എൻ്റെ തീരുമാനങ്ങൾ ഇനി എൻ്റെ മനസ്സിൻ്റെ തീരുമാനങ്ങളാകാതെ എന്നെ കുറിച്ചുള്ള ദൈവത്തിന് നിശ്ചിതമായ കൃത്യമായ പദ്ധതികൾ തന്നെ ആകേണ്ടതിന് ഓ യേശുവേ എനിക്ക് അങ്ങയുടെ സ്വരം കേൾക്കുവാൻ കൃപയാക്കണമേ. ഓ ജീസസ്. ആരും ഉപദേശിക്കാനില്ലാത്ത നിനക്ക് വേണ്ടി ഇന്നു മുതൽ പുതിയൊരു അധ്യാപകൻ, ഒരു പുതിയ കൗൺസിലർ, അദ്ദേഹത്തെ സ്വർഗ്ഗം അപ്പോയിന്റ് ചെയ്യുകയാണ്. മോളെ, പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നീ അന്യഭാഷ പറഞ്ഞാലും പറഞ്ഞില്ലേലും നിന്റെ അകത്ത് നീ എന്ത് ചെയ്യണമെന്നത് തെറ്റാത്തൊരു ചുവട് വെക്കാൻ തക്കവിധമുള്ള ക്ലിയർ ഇൻസ്ട്രക്ഷൻ നിനക്ക് കിട്ടും. ഇന്ന് പകൽ അതിനു വേണ്ടി ദൈവത്തോട് ചോദിക്കുക. ബന്ധിക്കപ്പെട്ടു പോയി എൻ്റെ കുടുംബത്തിൻ്റെ ശാപമഴിയാൻ ഏതു മേഖലയിലേക്കാണ് ഞാൻ തിരിയേണ്ടത് കർത്താവേ? ഏത് പ്രശ്നത്തിനാണ് ലൈഫിൽ മാറ്റം വരുത്തേണ്ടത്? ആ ചോദ്യം ദൈവത്തോട് ചോദിക്കുമ്പോൾ അതിതീവ്രമായൊരു ഉത്തരം ഇന്ന് പകൽ നിനക്ക് ദൈവം അയച്ചു തരാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവം നിങ്ങളെ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് നിങ്ങളോട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു.
ആമേൻ, ആമേൻ. സ്നാനം കഴിഞ്ഞപ്പം യേശുവിന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം. എവിടെ പോകണം? വീട്ടിൽ പോകണം. വേറെ ആരുടെയും കാര്യമല്ല, നമ്മുടെ കർത്താവിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്നാനം കഴിഞ്ഞ് പിന്നെ എവിടോട്ടാണ് പോകേണ്ടത്? വീട്ടിൽ പോകണം. വീട്ടിലോട്ട് നടക്കുന്ന യേശുവിനെ വേറെ ഒരാൾ കയറി പിടിച്ചു. വീട്ടിലോട്ടല്ല, നമ്മൾ മരുഭൂമിയിലേക്കാണ് പോകുന്നത്. എവിടേക്കാണ് പോകുന്നത്? മരുഭൂമിയിലേക്ക്. വീടാണോ മരുഭൂമിയാണോ നല്ലത്? വീട് തന്നെയാണ് നല്ലത്. ബട്ട് ഹോളി സ്പിരിറ്റ് നിങ്ങളെ മരുഭൂമിയിലേക്കാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ, ആദാമിൻ്റെ കാലം മുതൽ സാത്താൻ പണിത് വെച്ചേക്കുന്നൊരു കിരീടം നിങ്ങളുടെ മുമ്പിൽ ഉടയും. ആമേൻ. ദൈവത്തിന് പൂർവ്വകാലങ്ങൾ മുതലുള്ള ചില വിഷയങ്ങൾ നിങ്ങളിലൂടെ പുനരാവിഷ്കരിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും ദൈവം നിങ്ങളെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. ആത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ നിർബന്ധിച്ചു എന്ന് തന്നെ മർക്കോസ് എഴുതിയിരിക്കുന്നു. എന്ത് ചെയ്തു? നിർബന്ധിച്ചു. അടുത്തിരിക്കുന്നവർ പറഞ്ഞേ, ഈ ശബ്ദം നിങ്ങളെ നിർബന്ധിക്കും, 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 നിർബന്ധിക്കും. എപ്പോഴാണ് നിർബന്ധം വേണ്ടത്? എപ്പോഴാണ് നിർബന്ധം ചെലുത്തേണ്ടി വരുന്നത്? പറ. നിങ്ങളെ ഒരു കാര്യത്തിന് ഞാൻ നിർബന്ധിക്കണമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം എൻ്റെ മനസ്സിൻ്റെ താല്പര്യപ്രകാരം നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് എനിക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടി വരുന്നത്. ആണല്ലോ? അങ്ങനെ സമ്മർദ്ദം ചെലുത്തേണ്ടി വരുമ്പോൾ നിങ്ങൾ പറയുന്നു, ഓ പുള്ളി ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരനാണ്, പിടിച്ചടം കൊണ്ടേ പോവുള്ളൂ, നിർബന്ധം സഹിക്കാൻ കഴിയാതെ ഞാനങ്ങ് പോയി. നിർബന്ധിക്കും, നിർബന്ധിക്കും, നിർബന്ധിക്കും. പൗലോസ് പറഞ്ഞു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കാരണം നിർബന്ധം എൻ്റെ മേൽ കിടക്കുകയാണ്. നീ ഇതുവരെ പെരുമാറാത്തതുപോലെ പെരുമാറാൻ, നീ ഇതുവരെ ചിന്തിക്കാത്ത പോലെ ചിന്തിക്കാൻ, നീ ഇതുവരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാത്തതുപോലെ പ്ലാൻ ചെയ്യാൻ പരിശുദ്ധ ആത്മാവ് നിന്നെ അസാധാരണമായി ഈ ദിവസങ്ങളിൽ നിർബന്ധിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മനോവികാരത്തിനൊത്ത വിധം നിന്നെ രൂപാന്തരപ്പെടുത്തുന്നൊരു ഇടപാട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവിഷ്കരിക്കുകയാണ്. ഇന്ന് പകൽ ഈ ദൂത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിൻ്റെ ഒരു നിർബന്ധം നിങ്ങളുടെ മേൽ കയറി പിടിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിർബന്ധം നിങ്ങളുടെ മേൽ കയറി വീഴട്ടെ. ഇന്ന് പകൽ എന്ത് ചെയ്യണമെന്നുള്ളത് മനസ്സോടെ നിൽക്കുമ്പോൾ, നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് ദൈവം നിന്നോട് ആവശ്യപ്പെടുകയും നിങ്ങളെ കൊണ്ട് കാര്യം ചെയ്യിക്കുകയും ചെയ്യും വിധം ഒരു സ്വർഗീയമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ അറിയില്ല, നിങ്ങളുടെ മേൽ ഓപ്പൺ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മനസ്സിനകത്ത് അത് ഓപ്പണായി വരട്ടെ. നിങ്ങളുടെ ചിന്തകൾക്കകത്ത് ആത്മമണ്ഡലം തുറന്നു വരട്ടെ. ചുമ്മാ നടക്കുന്ന സമയത്ത്, മസാല ദോശയും ബീഫ് ഫ്രൈയും പൊറോട്ടയും തിന്ന് നടക്കുന്ന സമയത്ത് നിന്നോട് കർത്താവ് പറയുന്നു, കുറച്ച് ദിവസം മാറിയിരുന്ന് ഫാസ്റ്റിംഗ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് അതിനൊരു മൂഡുമില്ല, നിങ്ങൾക്ക് അന്നേരം പ്രത്യക്ഷമായ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ നിന്നെ ദൈവം നിർബന്ധിക്കുകയാണ്. നീ എന്തിനിരിക്കുന്നു എനിക്കറിയത്തില്ല പാസ്റ്ററെ, നീ എന്തിനീ ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നു എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന്, ദൈവത്തിനൊരു പദ്ധതി നിന്റെ മേലുണ്ട്, ദൈവത്തിനൊരു അസൈൻമെന്റ് നിന്റെ മേലുണ്ട്. അതിന്റെ ഭാഗമായി ഹോളി സ്പിരിറ്റ് നിന്നെ കൊണ്ട കാര്യം ചെയ്യിക്കുകയാണ്. ദൈവികമായൊരു നിർബന്ധം, ആത്മീകമായ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇതുവരെ ചെയ്യാത്തതുപോലെ നിർവഹിക്കേണ്ടതിന് ചില തടസ്സങ്ങൾ നിന്റെ വരും ദിവസങ്ങളുടെ മേഖലകളിൽ നിന്ന് പൊട്ടി മാറേണ്ടതിന്, ചില ബന്ധനങ്ങൾ കാലാകാലങ്ങളായി നിന്നത് അഴിഞ്ഞു പോകേണ്ടതിന്, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വിശാലതയിലേക്ക് കാലെടുത്ത് വെക്കേണ്ടതിന് നിന്നെ ദൈവത്തിന്റെ ആത്മാവ് പുതിയ ചില കാര്യങ്ങൾക്കായി റൂട്ട് ചെയ്യുകയാണ്, പുതിയ ചില ശുശ്രൂഷകൾക്കായി ഒരുക്കുകയാണ്. അതിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ചില കാര്യങ്ങൾക്ക് അസാധാരണമായി നിർബന്ധിക്കുന്നു. ആമേൻ, ആമേൻ. ഒരു ദിവസം രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ, രാത്രി ഒരു 11:30 കഴിഞ്ഞ സമയത്ത്
ഉറങ്ങാൻ കിടക്കുന്ന എനിക്ക് ഉറക്കം വരുന്നില്ല. ദൈവാത്മാവ് എന്നെ ഒരു റബ്ബർ തോട്ടം കാണിക്കുകയാണ്. എഴുന്നേക്കാൻ പറയുന്നു, പക്ഷേ ഞാൻ എഴുന്നേൽക്കുന്നില്ല. കാരണം എനിക്ക് കിടക്കാനാണ് ഇഷ്ടം. കാരണം ഞാൻ വലിയൊരു മീറ്റിംഗ് കൊട്ടാരക്കര കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് എഴുന്നേൽക്കുക എന്ന് ഹോളി സ്പിരിറ്റ് ഭയങ്കര ശക്തമായിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ചാടി എഴുന്നേറ്റു, വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അന്നേരം ഒരു യാത്ര പോകണമെന്നുള്ളതായി ഒരു പ്രേരണ വരുന്നു. അകത്ത് ചെന്ന് ബൈക്കിൻ്റെ അന്നൊരു പൾസർ ബൈക്കാണ്, അതിൻ്റെ താക്കോൽ എടുത്തുകൊണ്ട് വന്ന് വണ്ടിയെ കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയത്തില്ല. ഇറങ്ങിയപ്പോൾ കിടന്നുറങ്ങി അമ്മ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, നീ എവിടെ പോവുക? ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് എന്നെ ഒരു കാര്യത്തിന് നിർബന്ധിക്കുന്നു, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ശരി, പോയിട്ട് വാ. കഥ കടച്ച് വെളിയിലിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ടേക്ക് പോകണമെന്നറിയില്ല. നേരെ ഞങ്ങളുടെ ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് കൊടുങ്ങൂർക്കുള്ള വഴിയെ കോളേജ് പടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ഇതുവരെ തിരിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ ടേണിംഗ് പോയിലേക്ക് കർത്താവിനെ ലീഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് കയറി ആ മൺവഴിയിലൂടെ അകത്തോട്ട് കയറി കുറേ ദൂരം ചെന്നപ്പോൾ റൈറ്റിലേക്ക് തിരിയാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു. ആ റൈറ്റിലേക്ക് തിരിഞ്ഞു. അവിടെ ചെന്ന് വണ്ടി വെച്ചു. ആ വണ്ടി വെച്ചിട്ട് ആ വാഹനം അവിടെ നിന്ന് വെച്ചിട്ട് എങ്ങോട്ടേക്ക് പോകണം? ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാണ് ചെന്നിരിക്കുന്നത്. വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ കണ്ടതുപോലൊരു തോട്ടത്തിൽ ഞാനിപ്പോൾ വന്നിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പടൽ നിറഞ്ഞു നിൽക്കുന്ന ആ വനം പോലെ കിടക്കുന്ന തോട്ടത്തിൽ ദൂരെ ഒരു കുഞ്ഞ് വെളിച്ചം കർത്താവിനെ കാണിച്ചു. അവിടേക്ക് പോകണമെന്നൊരു പ്രേരണ. കയ്യിലുള്ള അന്നത്തെ ഒരു നോക്കിയയുടെ ഫോണിൻ്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് പടലുകൾക്കിടയിലൂടെ രാത്രിയിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ച് നടന്നു ചെന്നു. അവിടെ ചെന്നപ്പം ഒരു പട്ടി ചെറുതായിട്ടൊന്ന് കുരച്ചിട്ട് 2 കുര കുരച്ചിട്ട് പട്ടി കുര നിർത്തി. ആ വീട്ടിലാണ് ചെല്ലേണ്ടത്. വീട്ടിൽ ചെന്ന് കതക് മുട്ടി, ചേട്ടോ 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 കതക് തുറക്കണേ. കതക് തുറക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പൂട്ടിയിട്ടേക്കുകയാണ്. അവിടെ നിന്ന് തിരിച്ചു പോരാൻ വേണ്ടി എനിക്കുണ്ടായ ഒരു തോന്നലായിരിക്കും എന്ന പേരിൽ തിരിച്ചു പോരാൻ വേണ്ടി നടക്കുന്ന വഴിയിൽ അകത്തെന്തോ ഒരു ഞരക്കം കേട്ടു. പെട്ടെന്ന് എന്നെ ഒരു ശക്തി പ്രേരിപ്പിച്ചെന്ന പോലെ ആ കതക് തള്ളിത്തുറന്ന് ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ ഒരു മന്ത്രകോടി ഉത്തരത്തിൽ കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഭാര്യ ഇട്ടിട്ട് പോയതിന് ദുഃഖം സഹിക്കാൻ കഴിയാതെ ഒരു ചെറുപ്പക്കാരൻ തൂങ്ങാൻ തുടങ്ങുകയാണ്. അവനെ വെടിവീച്ചെടുത്ത് ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് കിടന്നുറങ്ങി എന്നെ എഴുന്നേൽപ്പിച്ച് അവിടെ കഴിച്ചു. നിർബന്ധം നിർബന്ധം നിർബന്ധം. ദൈവം ചിലത് നിനക്ക് പ്രേരണ തരും, ചിലതിന് ദൈവം നിനക്കൊരു ചാൻസ് തരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, സ്വർഗം നിന്നെ പലതിനായും പ്രേരിപ്പിച്ചയക്കാൻ പോകുകയാണ്. നമ്മൾക്ക് താല്പര്യമില്ലായിരിക്കാം, പക്ഷേ നിങ്ങളെ തള്ളിക്കൊണ്ടു പോകുന്നത് പോലെ, നിങ്ങളെ വലിച്ചോണ്ട് പോകുന്നത് പോലെ ഒരു മാറ്റം ദൈവം നിങ്ങളുടെ മേൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും കൈവെക്കാൻ പറ്റാത്ത അസാധാരണമായ വലിയ നന്മകളുമായി ബന്ധപ്പെട്ട ഡീലുകൾക്കകത്ത് നിന്റെ പോക്കറ്റ് കാലിയായിരിക്കുമ്പോൾ അവിടെ കയറി ചെന്ന് നിന്ന് കോടികൾ കയ്യിലുള്ളവനെ പോലെ ധൈര്യത്തോടെ വാക്ക് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി വന്ന് ചിലതൊക്കെ സൈൻ ചെയ്യാനും ജീവിതത്തിൻ്റെ വിശാലമായ അനുഗ്രഹത്തിൻ്റെ അടുത്ത മാറ്റം അതിലൂടെ ആരംഭിക്കാനുമുള്ള ഒരു മനോവിവേകവും ഗൈഡൻസും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവിൻ്റെ നിയോഗത്താൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ മേൽ സംഭവിക്കും. ഞാൻ നിങ്ങളൊരു വചനം വായിച്ച് കേൾപ്പിക്കാം. ആ വചനം വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എടുത്തേ ലൂക്കോസിൻ്റെ സുവിശേഷം സൈഠേരികൾ ഖനാദന ഹോ റാഫ സംദൽ ഖനാദന. ഓ ജീസസ്, ഓ അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 25, 26, 27. നോക്കൂ. യെരൂശലേമിൽ
ശിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. അയാൾക്ക് 2 ഏക്കർ തോട്ടവും 2 വീടും 3 കാറും ഉണ്ടായിരുന്നെന്നല്ല എഴുതിയേക്കുന്നത്. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. അടുത്ത വാക്ക് എല്ലാവരും ഒന്ന് വായിച്ചേ. ഒന്നൂടെ. സ്വർഗം നിന്നെ ഒരു സ്ഥലത്ത് അഡ്രസ്സ് ചെയ്യുമ്പോൾ നിന്റെ ബ്യൂട്ടി അല്ല ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, നിന്റെ എഡ്യൂക്കേഷൻ അല്ല ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്, നിന്റെ ഫാമിലി ഹിസ്റ്ററിയോ അതിൻ്റെ മഹത്വമോ അല്ല ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. പകരം നിന്റെ മേലുള്ള അഭിഷേകമാണ്, നിന്റെ മേലുള്ള ആത്മനിറവാണ്. ഇന്ന് പകൽ നിന്റെ അഭിഷേകത്താൽ ദൈവം നിന്നെ ചില സ്ഥാനങ്ങളിൽ പരിചയപ്പെടുത്താൻ പോകുന്നു. അതിന് കാരണമാകാൻ പോകുന്നത് നിന്റെ വസ്ത്രധാരണമല്ല, നിന്റെ മേൽ ഇരിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു ദൂത് ഞാൻ ഇന്ന് പകൽ പറയട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഉണ്ട് എങ്കിൽ അത് കേവലം വന്നതുപോലെ തിരിച്ചു പോകില്ല. ആത്മാവിനെ പ്രാപിച്ചവൻ സാധാരണ ജീവിതം ജീവിച്ച് തീർക്കില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ ഓർഡിനറി ലൈഫ് ജീവിച്ച് തീർക്കില്ല. അവന്റെ ലൈഫ് മിറാക്കിളായിരിക്കും, അവന്റെ ജീവിതം അത്ഭുതമായിരിക്കും, അവന്റെ വഴികൾ അത്യത്ഭുതങ്ങളായിരിക്കും. പരിശുദ്ധാത്മാവുണ്ടോ, നിങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടോ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വേറിട്ടൊരു വഴിയിലായിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടോ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒരു പുതിയ ദിശയിലായിരിക്കും. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ആമേൻ. എനിക്ക് ഈ ഒരു വേർഡാണ് ഇതിൽ ഏറ്റവും ഇഷ്ടം. ആമേൻ. നിങ്ങളുടെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടെന്നുള്ളതല്ല ഇന്ന് എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം, നിങ്ങൾക്ക് എത്ര ആസ്തി ഉണ്ടെന്നുള്ളതല്ല. ബട്ട് നിങ്ങളുടെ മേലുള്ള ആത്മാവിനെ ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങളുടെ മേലുള്ള പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രതീക്ഷ നൽകുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ളതാണ് നമ്മുടെ മഹത്വം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ളതാണ് നമ്മുടെ വില. കം ഓൺ. നെക്സ്റ്റ് വാക്യം അടുത്ത കാണിച്ച മോനെ. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന്. അടുത്ത വാക്ക് എല്ലാവരും പറ. ഒന്നുകൂടെ അത് വായിച്ചേ. ഒന്നുകൂടെ വായിച്ചേ. ആര് കൊല്ലാൻ വന്നാലും ഈ വാഗ്ദത്തം ഇറങ്ങി നിൽക്കും. ഏത് മരണകരമായ വിഷസർപ്പങ്ങൾ വന്ന് നിന്നാലും ഈ വാഗ്ദത്തം ആ വഴി തടയും. ഈ വാഗ്ദാനം ആയുസ്സിന്റെ ബലം മാത്രമല്ല, നിന്റെ ജീവിതം കൊണ്ടുള്ള ദൈവത്തിന്റെ നിയോഗമാണ്. അത് പൂർത്തിയാക്കാതെ പോകയില്ല, കംപ്ലീറ്റ് ചെയ്യാതെ കടന്നു പോകില്ല. നിങ്ങൾക്ക് വിട വാങ്ങാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന്. ആമേൻ. ഹല്ലേലൂയ. നാളെ സ്നാനപ്പെടാൻ പോകുന്ന ചെറുക്കനുണ്ട് സഭയിൽ. നീ നിന്നിട്ട് മോനെ. ഇദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് എന്നോടൊരു കാര്യം പറഞ്ഞു. ഇരിക്കും മോനെ. അവൻ്റെ വീട്ടിലൊരു വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ഒരു വല്ലാത്ത സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ വീട്ടിൽ നിന്ന് അപ്പനും പ്രിയപ്പെട്ടവരും എല്ലാം കൂടെ വേവലാതി പിടിച്ച് കാറിക്കൂവി ഓടാൻ തുടങ്ങുന്ന സമയത്ത് അവൻ വളരെ കൂളായിട്ട് അവൻ്റെ അപ്പനോടൊരു കാര്യം പറഞ്ഞു. അവൻ്റെ മേൽ വാഗ്ദത്തമുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ടത്. എന്നതാ ഉള്ളത്? ആമേൻ. സൂപ്പർ ഫാസ്റ്റുമായിട്ട് ബൈക്ക് ഇടിച്ചിട്ട് ചെറുക്കൻ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞ വാക്കാ. എന്നതാ പറഞ്ഞേ? ആവോട് ചത്തു പോവല്ലെന്ന്. ആമേൻ.
താങ്ക് യു ജീസസ്. ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജോലി, അയാൾ ശാസ്ത്രിയായിരുന്നു. അഡ്വക്കേറ്റ് അല്ല, ശാസ്ത്രി. എന്താ ശാസ്ത്രിമാർ ചെയ്യുന്നത്? 10 ശാസ്ത്രിമാർ ചുരുളുമായി ഒരു മേശപ്പുറത്തിരിക്കും. ഒരാൾ അങ്ങോട്ട് മാറി നിന്നിട്ട് അന്നത്തെ ന്യായപ്രമാണത്തിൻ്റെ ചുരുൾ, ഇന്നത്തെ പോലെ അച്ചടി മാധ്യമങ്ങളില്ലാത്തൊരു കാലമാണ്, പകർത്തി എഴുതുക. പകർത്തി എഴുതുന്ന നേരത്ത് ഒരാൾ വായിച്ചു കൊടുക്കും, ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? എന്നാ ചെയ്യും? കേട്ടെഴുതും. കേട്ടെഴുതാനിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കേട്ടെഴുത്തുകാരനായിട്ടിരിക്കുന്ന മനുഷ്യൻ, വായിച്ചു കൊടുക്കുന്നവർ ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നത് പകർത്തി എഴുതവേ, അയാളൊരു വാക്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം പകർത്തി എഴുതവേ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആമേൻ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്നുള്ളതായ വചനം എഴുതുന്ന സമയത്ത് താൻ എഴുതേണ്ട തൂലിക എഴുതാതെ ആ മനുഷ്യൻ ആ തൂലിക ബലമായി കൈപ്പിടിച്ചുകൊണ്ട് നിന്നു. ചരിത്രമാണ്. എന്താ കാരണം? ഒരു പുരുഷ സംസർഗം കൂടാതെ കന്യക എങ്ങനെയാണ് ഗർഭിണിയാകുന്നത്? ഇതെഴുതാതെ മടിച്ചു നിൽക്കുന്ന ശിമയോൻ്റെ റൈറ്റിംഗ് ടേബിളിൻ്റെ അരികിൽ ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അയച്ചൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ന്യായശാസ്ത്രിയായിരുന്ന ശിമയോനോടൊരു ദൂത് പറഞ്ഞു, ഇത് കണ്ടിട്ടേ നീ മരിക്കത്തുള്ളൂ. ഇത് കണ്ടിട്ടേ നീ മരിക്കത്തുള്ളൂ. എന്ത് കണ്ടിട്ട്? കന്യക ഗർഭിണിയായി പുരുഷ സംസർഗം കൂടാതെ ഒരു വിശുദ്ധ കന്യക ഒരു തലമുറയ്ക്ക്, ഒരു വിശുദ്ധ പ്രജയ്ക്ക് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിനെ നീ നിന്റെ കണ്ണുകൊണ്ട് കാണും, എന്നിട്ടേ നീ മരിക്കുകയുള്ളൂ. ഒരു കുഞ്ഞുണ്ടാകുന്ന കാര്യമല്ലേ, കുഴപ്പമില്ല. പിന്നെ ആ വാഗ്ദത്തത്തിനോടൊരു കാത്തിരിപ്പാ. എത്ര നാൾ അറിയാവോ? പറഞ്ഞു തരാം. 400-ലധികം വർഷം. എത്ര വർഷമാ? 1 വർഷമല്ല, 10 വർഷമല്ല, 30 വർഷമല്ല, 70 വർഷമല്ല, 120-ഉമല്ല, 400. എത്ര? 400 വർഷം. തൻ്റെ കൂടെ കളിച്ച് നടന്നവർ മരിച്ചു. അവർ ജനിപ്പിച്ച മക്കൾ വിവാഹിതരായി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായത് കണ്ടിട്ട് അവരും മരിച്ചു. അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി വൃദ്ധരാകുന്നതും ഈ ജ്ഞാനവൃദ്ധനായ ശിമോൻ കണ്ടു. പുള്ളി എന്നിട്ടും മരിച്ചില്ല, അവരുടെയും മക്കളെയും കണ്ടു. 400 വർഷം കൊണ്ട് ഒരു 4-5 തലമുറകളെയൊക്കെ കണ്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വന്നു. നെക്സ്റ്റ് വാക്യം. അതാണ് സാധനം. അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. മുൻപ് കേട്ടു. അടുത്തത്, അവന് പരിശുദ്ധാത്മാവിനാൽ വാഗ്ദത്തവും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നു, അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. ഞാൻ മുൻപേ ഒരു വാക്ക് പറഞ്ഞു, നീ അടങ്ങിയിരിക്കുന്നിടത്തുനിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്നൊരു പരിപാടി. എത്തേണ്ട ഇടത്ത് നിന്നെ കൃത്യമായി കൊണ്ടുപോയി നിർത്തുന്ന ഒരു പദ്ധതി, ചലിക്കാത്ത നിന്നെ അത്ഭുതകരമായി ചലിപ്പിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ, അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കാൻ പോകുകയാണ്. ഒന്ന് ഞാൻ പറയാം, നീ മുട്ടിയിട്ടും തുറക്കാത്ത വാതിലുകളുടെ മുൻപിൽ, നീ പോയി തലതല്ലി കരഞ്ഞിട്ടും നിന്റെ മുമ്പിൽ തുറക്കാത്ത ഓടാമ്പലുകളുടെ മുമ്പിൽ ഇരുമ്പോടാമ്പലുകളും താമ്ര കതകുകളും തുറന്നു കളഞ്ഞുകൊണ്ട് നിന്നെ അവിടെ കൊണ്ടുപോയി ലളിതമായി പടികയറ്റുമാറാക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് പകൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി ഓപ്പൺ ആക്കുകയാണ്. എന്റെ കൈബലത്താലല്ല, എന്റെ കാൽ വേഗതകളാലല്ല, ആത്മനിയോഗത്താൽ ഞാൻ അതിനെ പ്രാപിച്ചുവെന്ന് പറയത്തക്ക വിധം പരിശുദ്ധാത്മാവ് ചില വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് പകൽ ഈ സഭയ്ക്കകത്ത് നിങ്ങൾ ചില ജീവിതങ്ങളെ നോക്കി ചൊരിയുകയാണ്. വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കുക. ഓ ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവൻ ആത്മനിയോഗത്താൽ പറയൂ ദൈവാലയത്തിൽ ചെന്നു.
ഇന്ന് ഈ കൂട്ടായ്മയിൽ നിന്നെ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്നതൊരു നിയോഗമാണ്. വീട്ടിലിരിക്കാമായിരുന്നു, പല കാരണങ്ങളാൽ മടി പിടിച്ചിരിക്കാമായിരുന്നു. പക്ഷെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചത്, ഇവിടേക്ക് കൊണ്ടുവരുവാൻ നിന്നെ പ്രേരണ ചെലുത്തിയത്, ഇന്ന് നിന്റെ മേൽ തുറക്കപ്പെടാൻ പോകുന്ന ഒരു അസാധാരണ അനുഗ്രഹത്തിന് നിന്നെ പ്രാപ്തനാക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നിയോഗം തന്നെയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഓ ജീസസ്. ശ്രദ്ധയോടെ ഇനി കേൾക്കണം. യെരൂശലേം ദേവാലയത്തിൽ യേശു ജീവിച്ച കാലഘട്ടത്തിൽ 30,000-ലധികം കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ ഒരു ദിവസം പള്ളിയിൽ വരും. എത്ര പിള്ളേരെ കൊണ്ട് വരും? കേട്ടിട്ടുള്ളതാ, വായിച്ചിട്ടുള്ളതാ. 1, 2, 3 കുഞ്ഞുങ്ങളല്ല, പിന്നെ എത്ര? കാരണം യഹൂദന് പല പള്ളികളില്ല, ഒറ്റ പള്ളിയേ ഉള്ളൂ. ആ ഒറ്റ പള്ളിയിലാണ് യാഗം നടക്കുന്നത്. സിനഗോഗുകൾ, പ്രാർത്ഥനാലയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ യാഗകർമാദികൾ നടക്കുന്ന, വഴിപാടുകൾ സ്വീകരിക്കുന്ന ആരാധനാലയം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ദേവാലയത്തിൽ തന്നെ ആൺകുഞ്ഞുങ്ങളെയും കൊണ്ട് വരേണ്ടത് ഓരോ മാതാപിതാവിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഏക ദേവാലയമേ ഉള്ളൂ എന്ന കാരണത്താൽ ലക്ഷക്കണക്കിന് യഹൂദരുടെ സ്ത്രീകളെല്ലാം തങ്ങൾക്ക് പിറന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് അതാത് ദിവസങ്ങളിൽ ക്രമമനുസരിച്ച് ദേവാലയത്തിൽ വരും. ഒരു വീട്ടിൽ ആ സമയത്ത് ഏകദേശം 10-12 പിള്ളേരാ. കേൾക്കുന്നുണ്ടോ പറയുന്നേ? 1, 2 അല്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഏകദേശം 3000-ലധികം കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരും. ഹല്ലേലൂയ. ഈ 3000-ലധികം തലമുറകൾ ദേവാലയത്തിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ കൊണ്ട് ദേവാലയം നിറയുന്നൊരു സാഹചര്യമുണ്ട്. ആമേൻ. ഒരു കുഞ്ഞവിടെ കരയുന്നു, ഒരു കുഞ്ഞിവിടെ കൊഞ്ചുന്നു, ഒന്നിനെ മാതാപിതാക്കൾ തലോടുന്നു, താരാട്ടുപാടുന്നു. മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം ചേർന്ന് വലിയൊരു ആൾത്തിരക്കുണ്ടായി നിൽക്കുന്ന, പൈതങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന 10,000-3000 പിള്ളേർ നിറഞ്ഞു നിൽക്കുന്ന ഒരു വല്ലാത്ത അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിനകത്തേക്ക് 400-ലധികം വയസ്സ് പ്രായമുള്ളൊരു ജ്ഞാനവൃത്തനെ പരിശുദ്ധാത്മാവ് കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് ചെല്ലുന്നു. ഹല്ലേലൂയ. ഏത് തലമുറയുടെ അടുക്കലേക്ക് പോകണം? ഇതാണ് ഇവിടുത്തെ ചോദ്യം. യേശു എന്ന മറിയയുടെയും ജോസഫിന്റെ കയ്യിലിരിക്കുന്ന ആ തലമുറയുടെ അരികിലേക്ക് തന്നെ ആ പൈതലിനെ നീ കാണുമെന്ന് 400 വർഷം മുമ്പ് ദൂതൻ പറഞ്ഞ് കേട്ട അതേ ശിശുവിന്റെ അരികിലേക്ക് കൃത്യമായി ശിമോന് ചെല്ലണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗം അവന്റെ മുൻപേ നടന്നു. ഓ ജീസസ്. ചെന്നു, ആ പൈതലിന്റെ അടുക്കലേക്ക് എത്തി. 28-ാം വാക്യം. വായിച്ചോ, എല്ലാവരും വായിച്ചോ വാക്യം. നാനൂറ് വർഷം വെയിറ്റ് ചെയ്തത് ഇപ്പോൾ അവൻ്റെ കയ്യിൽ. എല്ലാവരും അതിനൊരു ആമേൻ പറയണം. 400 years, 400 വർഷത്തിന് പുറകിൽ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്നൊരു ദൈവവാഗ്ദത്തം അത് നിവർത്തിയിലേക്ക് വീഴുമ്പോൾ അതിനെ കൈകൊണ്ട് തൊടാൻ, കണ്ണാലെ കാണാൻ ദൈവം എഴുന്നേൽപ്പിച്ച് വിടുന്നത് ഒരു മടിയനെയല്ല, ആത്മാവുള്ളവനെ, പരിശുദ്ധാത്മാവുള്ളവനെ, ആത്മാവിന്റെ നിയോഗത്തിന് ചലിക്കുന്നവനെ തന്നെ ദൈവം അതിനു വേണ്ടി എഴുന്നേൽപ്പിച്ചയക്കുന്നു. ഹല്ലേലൂയ. അവനവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ആമേൻ. ശൂന്യമാകുന്ന കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ. മനസ്സ് തുറന്ന നാമത്തെ പുകഴ്ത്തിക്കേ. നിങ്ങൾക്കൊരു ദൂത് ഈ ഉയർന്ന കൈകളിൽ ചിലത് ഏന്തിക്കൊണ്ട് ദൈവത്തെ വാഴ്ത്താൻ ദൈവം നിനക്കൊരു അവസരം തരാൻ പോകുകയാണ്. ഇപ്പോൾ നീ ഉയർത്തിയ ഈ കൈകളിൽ ചില വാഗ്ദത്തങ്ങൾ പിടിച്ചുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. ഈ കൈകളിൽ ചില നന്മകളെ വഹിച്ചുകൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നു. ഇന്ന് വരെ നീ തൊടാത്ത ചിലതിനെ, ഇതുവരെ നിന്റെ കരങ്ങൾ സ്പർശിക്കാത്ത ചിലതിനെ, അത് ചില താക്കോലുകൾ പോലെ പുതിയ വീടിന്റെ താക്കോലുകളായി, പുതിയ ദേശത്തിന്റെ അനുഗ്രഹങ്ങളായി, പുതിയ രാജ്യത്തിന്റെ നന്മകളായി, പുതിയ
വിജയങ്ങളായി, പുതിയ പദവികളായി ദൈവത്തിന്റെ ആത്മാവ് ചിലത് കരങ്ങളിൽ ഏന്തി സ്തുതിക്കാൻ ഇന്ന് പകൽ സഭയെ നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഓ Rafa Zamdanadia. Hallelujah. 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 Amen. Hallelujah. Shabara Sanadhana. Dibara Jagas Pradhuru Shaba. യേശുവിനെ നിർബന്ധിച്ചതും പ്രായമെത്തിയ സൈമണെ നിയോഗം കൊടുത്തു കൊണ്ടുപോയതും ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ്ലീഹായെ നിർബന്ധിച്ചതും ആസിയിലേക്ക് പോകരുത്, വചനം പ്രസംഗിക്കരുത് എന്ന് അപ്പോസ്തലന്മാരെ വിലക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവ്. ആമേൻ, 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 ആമേൻ. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആര് വിലക്കി? ആര് വിലക്കി? ചില ശുശ്രൂഷകൾ പോലും നമ്മുടെ കണ്ണിൽ നല്ലതെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന ചതികൾ അറിയുന്ന പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, വേണ്ട, വേണ്ട, നീ അതിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണ്ട, നീ അവരുടെ വിഷയം ഇപ്പോൾ ഏറ്റെടുക്കണ്ട, നീ ഇപ്പോൾ അങ്ങോട്ടേക്ക് ചാടിപ്പിടിച്ച് പോകണ്ട. ജസ്റ്റ് വെയിറ്റ്, സമയം വരുന്നു, ഞാൻ പറയാം. എനിക്ക് മീതെ ഒരു കൺട്രോളിംഗ് ഉണ്ട്, നമുക്ക് മീതെ ഒരു നിയന്ത്രണമുണ്ട്, നമ്മുടെ കുടുംബത്തിന് മീതെ അദൃശ്യമായൊരു നിയന്ത്രണം നടക്കുന്നുണ്ട്, നമ്മുടെ ഭാവിക്ക് മീതെ അദൃശ്യമായൊരു കൈയുടെ ചലനമുണ്ട്. നമ്മളുടെ കൈബലങ്ങളല്ല, നമ്മുടെ ചിന്താഗതികളല്ല, അതിനതീതമായി യേശുവിൻ്റെ ആത്മാവിൻ്റെ ഇടപാട് നമ്മുടെ ജീവിതത്തിന് മീതെ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ നിർബന്ധിച്ചു, പൗലോസിനെ നിർബന്ധിച്ചു, പൗലോസിനെ വിലക്കി. അടുത്ത വാക്യം കേൾക്കണം. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. വിലക്കുക മാത്രമല്ല, പോകേണ്ടിടത്തേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ പറഞ്ഞയക്കും. ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും നിനക്ക് കാലുകുത്താൻ പറ്റാത്ത ചില ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഓപ്പണിങ് തുറക്കാൻ പോകുകയാണ്. ആരിത് വിശ്വസിക്കുന്നു? ആരിത് വിശ്വസിക്കുന്നു? ആരിത് വിശ്വസിക്കുന്നു? ആരിത് വിശ്വസിക്കുന്നു? ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ കൈ പിടിക്കുന്നത് യേശുവിൻ്റെ ആത്മാവാകയാൽ മുഖാന്തരങ്ങൾ അവൻ തന്നെ തുറക്കാൻ പോകുകയാണ്. മുഖാന്തരങ്ങൾ അവൻ തന്നെ തുറക്കാൻ പോകുകയാണ്. നീ ചിലയിടത്ത് കാലുകുത്തും, ദൈവം ചില വാതിൽ തുറന്നു തരും. അസാധാരണമായ ചില നന്മകൾക്ക് വേണ്ടി നിന്റെ ദൈവം ഒരുക്കാൻ പോകുന്നു, ഒരുക്കാൻ പോകുന്നു, ഒരുക്കാൻ പോകുന്നു. വർഷങ്ങൾക്ക് പുറകിലുള്ള ചിലത്, ദൈവം നിനക്ക് വേണ്ടി പറഞ്ഞ് പ്രഖ്യാപിച്ച് വെച്ചിട്ടുള്ള ചിലത് നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. ജസ്റ്റ് റീഡ് യെശയ്യാ ചാപ്റ്റർ 45, 45:1 മുതൽ. ജസ്റ്റ് ഒന്ന് വായിച്ച് തരാമോ? ഒന്ന് കാണിക്കാമോ? യെശയ്യാ 45:1 മുതൽ. ഹല്ലേലൂയ. ഓ, കാണിക്കാമോ? യെശയ്യാ 40. യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവിടെയും ഒരു വാക്കുണ്ട്. എല്ലാവരും ആ വാക്ക് വായിക്കണം, വായിക്കണം. പ്രിയപ്പെട്ടവരെ, കോരസ് ആ കാലഘട്ടത്തിലെ സൈറസ് എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചിട്ട് പോലുമില്ല. അത് കണ്ടോ? നോക്കിയേ, നോക്കൂ. സൈറസ് ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല സിസ്റ്ററെ? ജനിച്ചിട്ട് പോലുമില്ല, ജനിച്ചിട്ടില്ല. ഈ വചനം എഴുതി 150 വർഷം കഴിഞ്ഞ ശേഷമാണ് സൈറസ് തൻ്റെ അമ്മയ്ക്ക് കുഞ്ഞായി ജനിക്കുന്നത്.
എത്ര വർഷം കഴിഞ്ഞ? ജനിക്കുന്നതിന് 150 വർഷത്തിന് പുറകിൽ നിനക്ക് തുറക്കാനുള്ള വാതിൽ ദൈവം എഴുതി വെച്ചേക്കുക. നീ വെട്ടിപ്പിടിക്കാൻ നിന്റെ പേരിൽ തമ്പുരാൻ എഴുതി വച്ചിരിക്കുന്ന നിധികൾ നീ ജനിക്കുന്നതിന് 150 വർഷത്തിന് പുറകിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുകയാണെന്ന്. ഇതൊക്കെ നീ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. ഓ ഓ ഈ വചനമൊക്കെ ഉള്ളിലോട്ട് കയറി അങ്ങോട്ട് പൊട്ടട്ടെ. ഇത് നമ്മുടെ അകത്ത് കയറി ഒന്ന് തിരിയട്ടെന്നേ. ജീസസ്, നീ ഇനി എന്നാ ചെയ്യുമെന്ന് നിന്റെ ഗതികേടിന് മുമ്പിൽ വന്ന് നിന്ന് നിന്നെ പുച്ഛിച്ച് ചോദ്യം ചെയ്യുന്ന ശത്രു കേൾക്കട്ടെ. എൻ്റെ അപ്പനും അവൻ്റെ അപ്പനും ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം ധന്യമാക്കാനുള്ളത് എഴുതി വച്ചിരിക്കുന്ന ഒരു സ്വർഗം എൻ്റെ പൂർവികർ സൂര്യനെ കാണുന്നതിന് മുൻപേ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ്, ഒരു ചെവി, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ്, ഒരു ചെവി, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ. നീ എങ്ങനെയൊക്കെയോ നിന്ന സ്ഥലത്തൊന്ന് ഗതികേടിനാൽ ചാടിപ്പിടിച്ച് വന്നപ്പോൾ ഈ ചർച്ചിലെത്തിയപ്പോൾ കൈയടിച്ച് പാടി എങ്ങനെയൊക്കെയോ കിട്ടിയതല്ല പരിശുദ്ധാത്മാവിനെ. ഞാൻ ഇവനിൽ വരുമെന്ന് നീ ഭൂമിയിൽ മിഴി തുറക്കുന്നതിന് മുൻപ് നിന്നെക്കുറിച്ച് എൻ്റെ ദൈവം എടുത്ത തീരുമാനമാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേടിയതല്ല, അവൻ എന്നിൽ വന്നതാണ്. ഞാൻ സ്വന്തമാക്കിയതല്ല, അവൻ എന്നെ നേടിയെടുത്തതാണ്. യേശു ഇങ്ങോട്ട് വന്നതാ, ഞാൻ അങ്ങോട്ടും. ആമേൻ. സൈറസ് ജനിക്കുന്നതിന് 150 വർഷങ്ങൾക്ക് പുറകിൽ എഴുതപ്പെട്ടിരുന്നു, നീ എൻ്റെ അഭിഷക്തനായിരിക്കും. ആമേൻ. അടുത്തത്, അവന് ജാതികളെ കീഴടക്കും. ഈ ദിവസങ്ങളിൽ നിന്റെ ആത്മിക യുദ്ധങ്ങളിൽ നിന്റെ മുമ്പിൽ അലതല്ലി വീഴുന്ന ശത്രുപാളയങ്ങൾ അത് നിന്റെ മിടുക്കല്ല, അത് നിന്റെ മിടുക്കല്ല. ജാതീയ ശക്തികൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കണമെന്നത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുമ്പ് ദൈവം ഈ കാലഘട്ടത്തെ നോക്കി നിന്നിൽ പ്ലാൻ ചെയ്തു വെച്ച തൻ്റെ അസാധാരണമായ ഒരു മഹാപദ്ധതിയാണെന്ന് ഇത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ദിവസങ്ങളിലെ ആത്മീക പോരാട്ടങ്ങളിൽ നീ തോൽക്കുകയില്ല, നീ പിന്തിരിയുകയില്ല, നീ പരാജയപ്പെടുകയില്ല, നീ ലജ്ജിക്കുകയില്ല. സ്വർഗം ഒരു വലിയ ജയ, അസാധാരണമായൊരു ജയ സഭയെ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. വിശ്വസിക്കുന്നവർ അല്പനേരം ആത്മാവിലെ അഭിഷേകം ഏറ്റെടുത്ത്, ആത്മാവിലെ അഭിഷേകം ഏറ്റെടുത്ത്. Come on, come on, come on. Yes, 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 yes. കാത്തട്ടെ, കാത്തട്ടെ, കാത്തട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ഫയർ, ഫയർ. തീ പിടിക്കട്ടെ, കത്തിക്കറട്ടെ. Yes, 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 yes. Fire of God, fire, 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 fire. Everyone, everyone. തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. തീയായി, തീയായി, തീയായി. ഫുഡറബലവ ശബാരഗടഗദന. ഏത് സമർത്ഥൻ കെട്ടിയാലും
എത്ര പ്രബലമായിരിക്കുന്ന ജാതീയ ശക്തികളെ ഇളക്കി വിട്ട് നിനക്ക് നേരെ ദോഷകർമ്മങ്ങൾ അഴിഞ്ഞു പോകും, കീഴടങ്ങിയിരിക്കും, നിന്റെ മുമ്പിൽ വീണുപോകും. അത് നിന്റെ സാമർഥ്യമല്ല, ഇത് നിന്റെ മേലുള്ള ദൈവികമായൊരു ജന്മ നിയോഗമാണ്. ഹല്ലേലൂയ. അവന് ജാതികളെ കീഴടക്കും. ബ്യൂട്ടിഫുൾ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവുള്ള നിനക്ക് വേണ്ടി സ്വർഗം മുന്നാറെ നമ്പറിട്ട് വെച്ചിട്ടുണ്ടെന്ന്. ജാതികളെ കീഴടക്കും. നമ്പർ 2, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കും. ഒരുത്തനും ഒരു രാജാവിൻ്റെ സിംഹാസനത്തിന് നേരെ കൈ ചൂണ്ടാൻ പോലും അധികാരമില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കൈ കെട്ടി ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അധികാരങ്ങളിൽ ഇരിക്കുന്നവന്റെ അരക്കെട്ടഴിക്കുന്നൊരു കൈബലം, അത് നിന്റെ കൈകളിൽ സ്വർഗം കൈമാറിയിരിക്കുന്നുവെന്ന് വാഴ്ചകൾ നിലച്ചു പോകും. സിംഹാസനങ്ങൾ നിന്റെ കാലഘട്ടത്തിൽ പലതിനും നഷ്ടപ്പെടും. പലതിൻ്റെയും തേർവാഴ്ചകൾക്ക് ദൈവം അവസാനം കുറിക്കും. പരിശുദ്ധാത്മാവ് വ്യക്തമായി തന്നെ പറയുന്നു, യേശുവിൻ നാമത്തിൽ ചില രാജകീയ അരക്കച്ചകൾ അഴിഞ്ഞു പോകുന്ന താങ്ക് യു ജീസസ്. രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കാൻ അതേത് മിടുക്കൻ ചുറ്റിക്കെട്ടി കൊടുത്തതാണേലും അഴിയപ്പെടുന്നത് നമ്മുടെ കൈകളാലായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൈകളാൽ അഴിയപ്പെടും. ഞാൻ അഴിക്കും, അഴിഞ്ഞിരിക്കും. ഏത് രാജാവിൻ്റെ പത്രാസും അഴിയും. ഏത് ഉന്നത ബലവും അഴിഞ്ഞു വീഴും, അഴിഞ്ഞു പോകും. അതഴിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ. ഈ കൈകൾ അതിനുവേണ്ടി ദൈവം പണിയുന്നതാണ്. ഈ അധരം ദൈവം അതിനുവേണ്ടി സൃഷ്ടിച്ചതാണ്. രാജാക്കന്മാർ അരക്കച്ചുകളെ അഴിക്കുന്ന ദൈവിക നിയോഗത്തിലേക്ക് യേശുവിൻ നാമത്തിൽ എൻ്റർ ചെയ്യുന്നു. അടുത്തത് കതകുകൾ. വായിക്ക്. കതകുകൾ അടയ്ക്കാൻ ആയിരങ്ങളുണ്ടേലും, അത് പൂട്ടാൻ 10,000 താഴും താക്കോലും ഉണ്ടേലും, സ്വർഗം നിയമിച്ച നിനക്ക് വേണ്ടി അത് തുറന്നു തന്നെ ഇരിക്കണമെന്നത് ദൈവത്തിൻ്റെ വ്യവസ്ഥ. അത് തുറന്നിരിക്കേണ്ടതിന് ലോകത്ത് ഇന്ന് വരെയും എല്ലാവരും കാവൽ നിർത്തുന്നങ്ങളെ അടഞ്ഞ വാതിലുകൾക്കാ അല്ലേ? നേരല്ലേ? അടച്ച ബാങ്കിന് കാവൽ നിർത്തുന്നു അല്ലേ? അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങൾക്ക് കാവൽ നിർത്തുന്നു. പക്ഷേ ഇന്ന് ഏർപ്പാട് നേരെ തിരിയുക. ഇന്ന് സെക്യൂരിറ്റിയെ സെറ്റ് ചെയ്യുന്നത് തുറന്നു കിടക്കുന്ന വാതിൽ ഒരുത്തിനും അടയ്ക്കാതിരിക്കാനാണ്. സാധനം കിട്ടിയെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇന്ന് ദൂതന്മാർക്ക് പുതിയ ഉത്തരവാദിത്വം. ദൈവ പൈതലായ നിന്റെ ജീവിതത്തിൽ തുറന്നിരിക്കുന്നത് ഒരു ബലവാനും വന്ന് അടയ്ക്കാതിരിപ്പാൻ ഇന്ന് പകൽ സ്വർഗീയ ദൂതന്മാർ ചില വാതിലുകളുടെ വരികിൽ നിനക്ക് വേണ്ടി കാവലായി ഇറങ്ങുകയാണ്. തുറന്ന വഴി ഇനി അടയില്ല. പ്രോസസ്സിലായിരിക്കുന്നതൊന്നും ബന്ധിക്കപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നിന്റെ ലൈവിൽ ഈ ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത അത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ദൈവം അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ചില യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചില സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിടുതലുകൾ, ചില നിയമപരമായ ജോലിപരമായ മേഖലകൾ, ചില കോടതി വ്യവഹാരങ്ങൾ, ജയം നിന്റെ വാക്കൽ തന്നെ. സ്വർഗം അതിനെ
ജീസസ്. ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതം. ചേർന്ന് പാടിക്കേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. തള്ള കുഞ്ഞിനെ മറന്നാലും താഴ്ത്തി എന്നെ തങ്കരത്തിൽ വെച്ചു ജീവപാത എന്നു മൂടും ഞാൻ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വെച്ചു ജീവപാത എന്നു മൂടും. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഹല്ലേലൂയ. യേശുവെന്ന എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാൻ വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. Once more യേശുവെന്ന നാമം. യേശുവെന്ന ഹല്ലേലൂയ. എന്നാത്മാവിൻ ഗീതമേ, ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. സമമനശോധനയിൽ കാണുവീണു പോകാതെ യോർദാൻ സമമനശോധനയിലും കാണുവീണു പോകാതെ ആത്മീയ ജയധോരിയോടെ കാത്തുപാലിക്കും ആ സ്നേഹമാധുര്യം. ആത്മീയ ജയധോരിയോടെ കാത്തുപാലിക്കും ആ സ്നേഹമാശ്ചര്യം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമം. ഹല്ലേലൂയ. എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഹല്ലേലൂയ. ഈ നല്ല മെസ്സേജിനിടയ്ക്ക് എന്തിനാ പാട്ട് പാടുന്നേ? സംശയം കാണും അല്ലേ? അല്ലേ? എനിക്ക് വെള്ളം കുടിക്കാനല്ല. ദൈവതാരൊക്കെ എന്തിനാ സാധനം എന്നറിയാവോ? നമ്മൾ എടുത്തേക്കുന്നൊരു സ്റ്റഫ് ഇച്ചിരി കനമുള്ള സാധനമാണ്. അതങ്ങോട്ട് ദേഹത്തോട്ട് അങ്ങോട്ട് എരച്ച് പിടിക്കണം. അതിനൊരു ഇച്ചിരി ഇടവേള വേണം. ആ വാഗ്ദത്തം അങ്ങോട്ട് കയറി കത്തണമല്ലോ അല്ലേ? ഈ അങ്ങനെ അങ്ങോട്ട് ആ സാധനം അതിൻ്റെ ആ വെയിറ്റിൽ അങ്ങോട്ട് വരുമ്പോൾ അതങ്ങോട്ട് കയറി പിടിച്ച് കഴിയുമ്പോൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാനും അതൊന്ന് റിസീവ് ചെയ്യാനും ഒരു ഇച്ചിരി ടൈം കിട്ടുന്നത് നല്ലതാ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി
Once more. നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. ഹല്ലേലൂയ. ഇന്ന് പകൽ കാവലിൻ്റെ പ്രത്യേകത തുറന്ന കഥക്. നിന്റെ വാതിൽ പൂട്ടുമെന്ന് പറഞ്ഞവൻ കേൾക്കട്ടെ. ചോണയുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കടാ. കർത്താവ് ഒരു കാവൽ നിർത്തിയിരിക്കുകയാണ്. കഥകുകൾ അടയാതിരിപ്പാൻ, വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന്. ആമേൻ. വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്. അടുത്ത വാക്ക്, ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ആമേൻ. നിന്റെ വലങ്കയിൽ കർത്താവിൻ്റെ പിടുത്തമുണ്ട്. അടുത്ത വാക്യം, നെക്സ്റ്റ്. ഞാൻ നിനക്ക് മുൻപായി ചെല്ലും. ഈ ദിവസങ്ങളിൽ അഭിഷേകം സഞ്ചരിക്കും. ഒരു നിയോഗം നിന്റെ മുൻപേ പോകും. ഞാൻ നിനക്ക് മുൻപേ ചെല്ലും. എന്നിട്ടോ ദുർഘടങ്ങളെ നിരപ്പാക്കും. നീ ദുർഘടങ്ങളെ മറികടക്കേണ്ടി വരികയില്ല. ദൈവത്തിൻ്റെ അഭിഷേകം അതിനെ നോക്കിക്കൊള്ളും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അത് ഞാൻ വിളിച്ചു പറയുന്നു. നിന്റെ ദുർഘടങ്ങൾ നിരപ്പാക്കുന്ന ജോലി ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കുകയാണ്. ഞാനൊരു ദൈവാലോചന പറയട്ടെ. ഒരു കുഞ്ഞ് മാരുതി 800 കാറ് പോകുന്നു. ഒരു കുഞ്ഞ് കാറ്. അത് പോകുന്നത് ഒട്ടും കൊള്ളുവില്ലാത്തൊരു വഴിയിലൂടെയാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് മുൻപിൽ ഇച്ചിരി അങ്ങോട്ട് മാറി വലിയൊരു ഹിറ്റാച്ചി പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറ, സംഗതി എങ്ങനെ ഇരിക്കും? മുമ്പിലുള്ള ദുർഘടം മാറ്റേണ്ടത് ഈ കുഞ്ഞു കാറിൻ്റെ ജോലിയല്ല. ആ മുൻപേ പോകുന്ന പവേർഡ് മെഷീൻ, അവന് പോകാനുള്ള വഴി ദുർഘടങ്ങളെ നിരപ്പാക്കും. അടുത്തിരിക്കുന്നവർ നിങ്ങളുടെ മുമ്പിൽ ബുൾഡോസർ ഉണ്ടെന്ന് പറ. ഉണ്ട്. നമ്മുടെ മുമ്പിൽ ബുൾഡോസർ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ ഐറ്റം ഉണ്ട്. ഹല്ലേലൂയ. ഉണ്ട്. ഇസ്രായേലിനോട് പണ്ടൊരു കാര്യം പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അവൻ നിൻ്റെ പാത നിരപ്പാക്കും. അവൻ നിനക്ക് മുൻപേ ചെന്ന് നിന്നോട് എതിർക്കുന്ന ജാതികളായ അമോനിരെ, ഹിത്യരെ, എബൂസിരെ അവൻ നിനക്ക് മുൻപേ കടന്നു എന്ന് തോൽപ്പിക്കുകയും നിയമിക്കപ്പെട്ട ദേശത്തേക്ക് അവൻ തന്നെ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ പകൽ പരിശുദ്ധാത്മാവ് അത് ആവർത്തിക്കുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെല്ലും. ദുർഘടങ്ങളെ നിരപ്പാക്കും. അടുത്ത വാക്ക്, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. താമ്രവാതിലുകളെ തകർത്ത് ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. തീർന്നില്ല. അടുത്തത്, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം എന്ന് തന്നെ നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. നീ ജനിക്കുന്നതിന് മുൻപ് ദൈവം എഴുതി വച്ചിരിക്കുകയാണ്. ചിലർ ശേഖരിക്കുന്നത് അവർക്ക് വേണ്ടി അല്ല എന്ന് കർത്താവിൽ ഞാൻ പറയട്ടെ. ചിലർ സ്വരുക്കൂട്ടുന്നത് അവർക്ക് വേണ്ടിയല്ല. ഇന്ന് പകൽ നിയോഗമുള്ളവൻ കടന്നു വരുമ്പോഴേക്ക് അരങ്ങ് സജ്ജമാക്കി വെക്കേണ്ടതിന്, കാര്യങ്ങൾ ക്രമീകരിച്ച് വെക്കേണ്ടതിന് ദൈവം തന്നെ നേരിട്ട് മുന്നാറെ കാര്യങ്ങളെ സജ്ജീകരിക്കുകയാണ്. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളിലെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. ലോകത്തിലെ ഏറ്റവും പ്രബലമായിരുന്ന ജനത ബാബിലോൺ. മിടുക്കന്മാരായിരുന്ന നെബൂഖദ്നേസറിന്റെ പിന്നാലെ വന്ന സമർത്ഥന്മാരായ രാജാക്കന്മാർ, ചക്രവർത്തിമാർ ജീവിതകാലത്ത് അവർ ഉണ്ടാക്കാവുന്നതെല്ലാം ഉണ്ടാക്കി. പുരാതന ലോകത്തിലെ തൂക്കുവനങ്ങൾ പോലും സൃഷ്ടിച്ച് അന്ന് ലോക സാമ്രാജ്യങ്ങളിലെ തലയെടുപ്പുമായി നിന്ന മഹാവീരന്മാർ. തമ്പുരാൻ പറയുന്നത്, തലമുറകൾ കൊണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ട് ഇവൻ സംഭരിച്ച് വെച്ചേക്കുന്നതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ നിൻ്റേതാക്കി മാറ്റും. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ നിൻ്റേതാക്കി മാറ്റും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനത ബാബിലോണിൽ അടിമകളായി കിടക്കുമ്പോൾ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്നും പൊക്കിയെടുക്കാൻ ദൈവത്തിനൊരു മനുഷ്യനെ വേണം. ആരാണത്? അപ്പോൾ ആൾക്കൂട്ടത്തിൽ നറുക്കിട്ടെടുക്കുകയല്ല. അവനും അവൻ്റെ അമ്മയും ജനിക്കുന്നതിന് മുൻപേ, അവൻ്റെ അപ്പനുണ്ടാകുന്നതിനും 150 വർഷത്തിന് പുറകിൽ ദൈവം അവൻ്റെ പേരെഴുതി വെച്ചു. അവൻ്റെ പേര് സൈറസ് എന്നായിരിക്കും. ഞാൻ അവനെ ആയിരിക്കും എഴുന്നേൽപ്പിക്കുന്നത്. പേർഷ്യ എന്ന് പറയുന്ന പുതിയൊരു സാമ്രാജ്യം ഭൂമിയിൽ ഉദയം ചെയ്യും. ആ പേർഷ്യൻ സാമ്രാജ്യത്തിനകത്ത് ഒരു പുതിയ ചക്രവർത്തിയായി ഒറ്റ രാത്രി കൊണ്ട് ഞാൻ അജയ്യനായി സൈറസിനെ അഭിഷേകം ചെയ്ത് കയറ്റും. അവന് വേണ്ടി ഞാൻ വാതിൽ തുറക്കും. അവന് വേണ്ടി ഞാൻ കതകുകളെ തുറന്നിടും. ഒരുത്തനും അത് അടയ്ക്കുകയില്ല. വാഗ്ദത്തം നിറവേറണമല്ലോ. ആ മഹാസംഭവം നടന്നു. യഹോവയായ ദൈവത്തിൻ്റെ ആലയത്തിൽ വിലപിടിപ്പുള്ളതെല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോയ ബാബിലോണിയക്കാർ ഒരു രാത്രിയിൽ തങ്ങളുടെ ദർബാർ ഹാളിൽ ഒരു മദ്യസേവ നടത്തി. നൃത്തം ചെയ്യാൻ ഒരുപാട് സുന്ദരികളെ കൊണ്ടുവന്ന് നിർത്തി. ആണും പെണ്ണുമെല്ലാം അഴിഞ്ഞാടുന്ന രാത്രിയിൽ യഹോവയുടെ ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങളിൽ വീഞ്ഞെടുത്തിട്ട് ചിയേഴ്സ് പറഞ്ഞ് രാജാവ് തൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് കുടിച്ചു. യഹോവയുടെ ആലയത്തിൻ്റെ വിശുദ്ധ പാത്രം അത് പൊടി പിടിച്ച് കിടക്കുകയാണേ. എന്നതാത് വർഷങ്ങളായി, 70-ലധികം വർഷങ്ങളായി അത് പൊടി പിടിച്ചിരിക്കുക. ഒരു ദൈവ പൈതൽ പൊടി പിടിച്ചിരുന്നാലും അവനെ അനധികൃതമായി തൊട്ടാൽ ഏത് ഉന്നതനാണെങ്കിലും വിവരം അറിയും. ഇതൊക്കെ മതി, ഇന്ന് ഇതൊക്കെ ഈ സാധനമൊക്കെ മതി. കൂടുതൽ എന്തിനാ ഇതൊക്കെ പോരെ. ഹല്ലേലൂയ. ജീവനില്ലാത്തൊരു താമ്രത്തിലുണ്ടാക്കിയ, സ്വർണത്തിലുണ്ടാക്കിയ ഒരു പാത്രം കയ്യിലെടുത്ത് അതിലേക്ക് രാജാവ് വീഞ്ഞൊഴിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, ഈ ചെറിയ പാത്രം കൊണ്ട് നിന്റെ സിംഹാസനം തവിടുപൊടിയായി പോകും. ഒരു ദേശത്ത് കർത്താവിനെ ആരാധിക്കുന്ന ദൈവ പൈതലേ, നീ ഒരു കുഞ്ഞു പാത്രമായിരിക്കും. പക്ഷെ ഈ വിലയേറിയ നിക്ഷേപം ഞങ്ങൾക്ക് ഈ മൺപാത്രങ്ങളിലാണുള്ളത്. ഈ വിലയേറിയ നിക്ഷേപങ്ങൾ ഞങ്ങൾക്ക് ഈ മൺപാത്രങ്ങളിലാണുള്ളത്. ഇന്ന് പകൽ സ്വർഗം അടങ്ങിയിരിക്കുകയില്ല. ചില വിഷയങ്ങൾക്ക് ദൈവം തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാണ്. ഈ ജൂൺ മാസം തീരുന്നതിന് മുൻപ്, ഈ പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുൻപ്, നാളുകളായി നിന്റെ കുടുംബത്തെ കണ്ണീര് കുടിപ്പിക്കുന്ന ചിലതിനൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് നിന്റെ കണ്ണാലെ തന്നെ നീ കാണും. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി. ബാക്കി പറ. ദുഷ്ടന്മാർക്ക് വരുന്ന രാജാവിൻ്റെ കൂത്തരങ്ങ് കൂടിയപ്പോൾ ആദ്യത്തെ പങ്ക് കുടിച്ച് രണ്ടാമത്തെ പങ്ക് ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജകൊട്ടാരത്തിൻ്റെ ഭിത്തിയിൽ അദൃശ്യമായൊരു കൈവിരൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു വിരൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളത് ചിന്തിക്കണം. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭിത്തിയിൽ ഒരു എഴുതുവാനൊരു കൈ വന്ന് നിന്നാൽ ഇത് ബാബിലോണിൻ്റെ ദർബാർ ഹാളിൽ, രാജാവിൻ്റെ ദർബാർ ഹാളിൽ നടന്ന സംഭവമാണ്. പെട്ടെന്ന് ആ ഭിത്തിയുടെ ചുമരിൽ ഒരു എഴുത്ത്, മെനെ മെനെ തെക്കേൽ ഫറൂർഫസി. എന്നതാ എഴുതിയേക്കുന്നത്? അന്യഭാഷ പറയാനല്ലേ അറിയത്തുള്ളൂ. ഇതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ വെളിപ്പാടുള്ളവും വേണ്ടേ? രാജാവിന് അന്യഭാഷ അറിയത്തില്ല. ആമേൻ. നീ പറയുന്ന അന്യഭാഷ നിസ്സാരപ്പെട്ട സാധനമല്ല. അത് സ്വർഗത്തിൻ്റെ ഡിവൈൻ കോഡുകളാണ്. നീ പറയുന്ന അന്യഭാഷ വെറും ഒച്ചയല്ല, അതൊരു സംഭവമാണ്. രാഷ്ട്രങ്ങളുടെ തലവരയെ മാറ്റാൻ തക്കവിധമുള്ള, രാജാക്കന്മാരുടെ ഭാവിയെ തൊടാൻ തക്കവിധമുള്ള സ്വർഗീയമായ സംഭവം അതിന് നാവിൽ വെളിപ്പെടുന്നത് മനസ്സിലായെങ്കിൽ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യ.
ആമേൻ. എടാ ഇതെന്നതാ എഴുതിയേക്കുന്നേ? ഒരുത്തനും അറിയത്തില്ല. കൊട്ടാരത്തിലെ അക്ഷരാഭ്യാസം ഉള്ളവനും അധ്യാപകനും വിദ്വാനും എല്ലാം വന്ന് നോക്കിയിട്ടും എന്നതാ എഴുതിയേക്കുന്നതെന്ന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു ഇതെന്നാ ചെയ്യും? അന്നേരം രാജ്ഞി പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ കാലത്തും ഈ കൊട്ടാരത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്ന വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ളൊരു പുരുഷനുണ്ട്. വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷനുണ്ട്. അതാരാണ്? അദ്ദേഹത്തിൻ്റെ പേര് ദാനിയേൽ എന്നാണ്. ഓ, വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ രംഗത്തേക്ക് വന്നു. സ്വർഗീയമായി എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വിരലിനാൽ എഴുതിയ ഭാഷ താൻ കണ്ടു. മോശയ്ക്ക് കല്ലിൽ കൽപ്പന എഴുതി കൊടുത്ത വിരൽ ഇപ്പോൾ രാജാവിൻ്റെ ഭിത്തിയിൽ എഴുതിയിരിക്കുകയാണ്. മോശയ്ക്ക് ഇസ്രായേലിന് നിയമം കല്ലേലെഴുതിയ കൈ ഇപ്പോൾ ഇതേ എവിടെ വെളിപ്പെട്ടിരിക്കുന്നു? രാജാവിൻ്റെ ദർബാർ ഹാളിൻ്റെ ഭിത്തിയിൽ സകലരും കാണത്തക്ക വിധം. ആമേൻ. പിന്നെ ആ വിരൽ എഴുതിയത് പണ്ടൊരു പെണ്ണിനെ എല്ലാവന്മാരും കൂടെ എറിഞ്ഞു കൊല്ലാൻ വരുമ്പം നിലത്ത് പൂഴിയിലായിരുന്നു. ആമേൻ. 3 ഇടത്താണ് ആ വിരൽ എഴുതിയിട്ടുള്ളത്. 1 മോശയ്ക്ക് വേണ്ടി കല്ലിൽ, 2 രാജാവിൻ്റെ ദർബാർ ഹാളിൻ്റെ ഭിത്തിയിൽ, 3 പാപിനിയായ സ്ത്രീയുടെ ജീവിതം വീണുടയേണ്ട പൂഴിമണ്ണിൽ. ഈ 3 ഇടങ്ങളിൽ എഴുതി. സ്വർഗം എഴുതിയാൽ എഴുതിയതാ, അതൊരുത്തനും വായിക്കില്ല. ഒരാമേൻ പറയണം. ദാനിയേൽ വന്നിട്ടത് കണ്ടു. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവരെന്ന് അവർ വിളിച്ചിരുന്ന ദാനിയേലിൽ കത്തി നിൽക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിൽ ദൈവിക വെളിപ്പാടും ജ്ഞാനവുമുള്ള ദാനിയേൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. രാജാവേ, ദൈവത്തിൻ്റെ ത്രാസിൽ ദൈവം നിന്നെ തൂക്കി. ദൈവം നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ നിന്റെ രാജ്യസ്ഥാനത്ത് നിന്നും തുടച്ചു മാറ്റാൻ പോകുന്നു. ഇതാ എഴുതിയേക്കുന്നത്. ഉന്നതനമീതെ അത്യുന്നതനുണ്ട്. ഉന്നതനമീതെ അത്യുന്നതനുണ്ട്. ഉന്നതനമീതെ നിന്നെ രക്ഷിപ്പാനും ശിക്ഷിപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊല്ലാൻ നിൽക്കുക ആണിയുമായിട്ട് നിൽക്കുന്ന പീലാത്തോസിനോട് ചിരിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് നൽകിയിട്ടില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ നിന്നെ അങ്ങ് മൂക്കി കയറ്റിയേക്കൂ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കുന്ന ഏത് വാക്കും ആമേൻ, അത് വെറും പുകയുന്ന തീക്കൊള്ളി മാത്രമാ. കമോൺ ചർച്ച്. പരിഭ്രമത്തിൽ രാജാവ് വിരളെ പിടിച്ചിരിക്കുമ്പോൾ അത്യുന്നതനായവൻ മനുഷ്യൻ്റെ രാജ്യത്വങ്ങൾക്ക് മീതെ വാഴുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്വങ്ങൾക്ക് മീതെ വാഴുന്നു. തനിക്ക് ബോധിച്ചവന് അവനത് കൊടുക്കുന്നു. ആർക്ക് കൊടുക്കും? ആർക്ക് കിട്ടും? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയവന് കൊടുക്കുമെന്നല്ല. പെരുവഴി മീൻ വിൽക്കാനിരിക്കുന്നവനെ കണ്ട് ബോധിച്ചാൽ അവന് കൊടുക്കും. വനാന്തരത്തിൽ ആട് തീർത്തുന്നവനെ കണ്ടാൽ ആടിൻ്റെ ചൂരുവാടയുമായി കിടക്കുന്ന നിന്റെ തലമേൽ ഞാൻ എൻ്റെ വിശുദ്ധ തൈലം ഒഴിക്കും, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ ഞാൻ കണ്ടെത്തി എന്ന് ഞാൻ പറയും. ഒരാമേൻ പറ ദൈവ പൈതലേ. ആഹാ, രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അവനതിനെ ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ഇങ്ങോട്ട് തിരിയും, ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ഇങ്ങോട്ട് തിരിയും. ഏത് ഉന്നതനും ഈ ദിവസങ്ങളിൽ നിന്റെ പ്രശ്നത്തിന് അനുകൂലമായി ചലിക്കുന്ന കാഴ്ചയാണ് നീ കാണാൻ പോകുന്നത്. ഏത് ഉന്നതമായ സ്ഥാനത്തു നിന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് നീ ചിന്തിക്കുന്ന ചില വലിയമായ നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് വേണ്ടി അതിനെ ഒരുക്കാൻ പോവുകയാണ്. രാജാവിൻ്റെ ദർബാർ ഹാളിൽ നൃത്തം നടന്നുകൊണ്ടിരുന്നപ്പോൾ
കണ്ണി കണ്ടവനെല്ലാം കള്ളു കുടിക്കാൻ പോയി. ഈ കുടി മൂത്താൽ അന്ന് പിന്നും ഏത് സമർത്ഥനായാലും പിന്നെ ബോധമില്ല. അറിയാലോ, അത് വിശുദ്ധൻ കുടിച്ചാലും പാപി കുടിച്ചാലും ഒരുപോലെയാണ്. നോഹ കുടിച്ചാലും ആര് കുടിച്ചാലും പിന്നെ വകതിരിവ് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പോൾ സന്ധ്യയാവുമ്പം അടയ്ക്കേണ്ടതായ കുതിരകളെയും ആനകളെയും കൊണ്ടുവന്ന് നിർത്തി. വലിയ ബലമുള്ള വാതിലായതുകൊണ്ട് ആനകളെയും കുതിരകളെയും എല്ലാം കെട്ടിവലിച്ച് അതിനെക്കൊണ്ട് മാത്രം അടപ്പിക്കുന്ന അതീവ ബലമുള്ള മനുഷ്യരാരും കൈകൊണ്ട് തൊട്ടാൽ ചലിക്കുകയില്ലാത്ത വലിയ വാതിൽ സൂര്യാസ്തമയത്തോടനുബന്ധിച്ച് അടയ്ക്കേണ്ട കാര്യം കള്ളുകുടിയുടെ നടുവിൽ മറന്നുപോയി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? താമ്ര കതകുകൾ ഞാൻ തുറന്നിട്ടേക്കും. ആമേൻ. വാതിലടച്ചിട്ട് അതിനെ കയറ്റിവെക്കുന്ന തെങ്ങുംതടിയുടെ വലിപ്പമുള്ള ഇരുമ്പോടാമ്പലുണ്ടല്ലോ, ആ ഓടാമ്പൽ അന്ന് ആന പിടിച്ചില്ല, കുതിരയൊന്ന് വലിച്ചില്ല. ഞാൻ ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളഞ്ഞിരിക്കും. ആമേൻ. 150 വർഷത്തിന് പുറകിൽ തൻ്റെ പേരെഴുതി വച്ചിരിക്കുന്ന വാഗ്ദത്തം പ്രാപിപ്പാൻ എങ്ങനെയും വാതിൽ തകർത്തകത്ത് കയറണമെന്ന് കരുതി വരുന്ന സൈറസ് എന്ന രാജാവ് ബാബിലോണിൻ്റെ പടിവാതിലെത്തിയപ്പോൾ കണ്ട കാര്യം കണ്ട് ഞെട്ടിപ്പോയി. ബുദ്ധിമുട്ടി തുറക്കണമെന്ന് കരുതുന്നത് യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ കല്ലുരുട്ടി മാറ്റിയിട്ടിരിക്കുന്നത് പോലെ ഇവിടെയും തുറന്നു കിടക്കുന്നു. ജസ്റ്റ് അകത്തേക്ക് കയറിയാൽ മാത്രം മതി. ഒറ്റ രാത്രി കൊണ്ട് ദൈവപ്രവൃത്തി അവിടെ സംഭവിച്ചു. ഒരു നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ അത് നിന്നെ പണിതെടുക്കാൻ പോകുന്നതാ. ഒരു വാഗ്ദത്തം നിന്റെ തലമേലുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് നിസ്സാരപ്പെട്ട ഇടങ്ങളിലേക്കല്ല, നീ സ്വപ്നം കണ്ടിട്ടില്ലാത്ത അസാധാരണമായ മഹത്വത്തിലേക്കാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ടത് ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരും. ഓ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. പൗലോസ് പറഞ്ഞ് എൻ്റെ മേൽ നിർബന്ധം കിടക്കുന്നു. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആത്മാവ് വിലക്കി. ആത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ കപ്പൽ നീക്കി ത്രോവാസിലേക്ക് പോയി. ആമേൻ. ഹല്ലേലൂയ. അവൻ ആത്മാവിനാൽ വാഗ്ദത്തം കിട്ടിയിരുന്നു. അവൻ ദൈവാത്മ നിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നു. എൻ്റെ അഭിഷക്തനായ സൈറസിനോട് ഞാൻ അരുളി ചെയ്യുന്നു, ആമേൻ, ഞാൻ നിൻ്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. ഓ, ജാതികളെ ഞാൻ നിനക്ക് കീഴ്പ്പെടുത്തും. ആമേൻ. ഇന്ന് പകൽ ഞാൻ യുദ്ധം ചെയ്ത് ജയിച്ചു എന്നുള്ളതല്ല, എഴുതപ്പെട്ട വാഗ്ദത്തങ്ങളുടെ പേരിൽ എനിക്ക് വേണ്ടി